36ലേറെ വർഷം ബാങ്കിംഗ് മേഖലയിൽ പ്രവർത്തിച്ച എഴുത്തുകാരിയായ റൈസ ബീഗവുമായിട്ടാണ് ഇന്ന് നമ്മൾ സംഭാഷണത്തിൽ ഏർപ്പെടുന്നത്. റൈസ ബീഗത്തിന് നമസ്കാരം. നമസ്കാരം. എങ്ങനെയാണ് ഈ ബാങ്കിൽ എത്തിപ്പെട്ടത്? ബാങ്ക് ജോലിയിൽ ആഗ്രഹം ഉണ്ടായിട്ട് വന്നതാണോ, അതോ അല്ലാതെ പല പരീക്ഷകൾ എഴുതിയ കൂട്ടത്തിൽ ഒരു അപ്പോയിൻമെൻറ്റ് കിട്ടിയപ്പോൾ അങ്ങനെയാണോ വന്നത്? അങ്ങനെയല്ല. ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ട് ഡിഫാമിന് പോയി. എൻ്റെ ഫാദറിന് പഠിപ്പിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. എന്താണെന്ന് പറഞ്ഞാൽ പുള്ളി പഠിച്ചിട്ടില്ലായിരുന്നു, പുള്ളിക്ക് പഠിക്കാനുള്ള അവസരം ഉണ്ടായില്ല. അപ്പോൾ മക്കളെയൊക്കെ നന്നായിട്ട് പഠിപ്പിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ ഏറ്റവും മൂത്ത ആളായിരുന്നു. അപ്പം എന്നോട് കൂടുതൽ ഒരു ശ്രദ്ധയുണ്ടായിരുന്നു പഠിപ്പിക്കണമെന്ന്. അപ്പോൾ ഡിഗ്രി കഴിഞ്ഞ് ഉടനെ എന്തെങ്കിലും ചേർക്കണം എന്നുള്ള ആഗ്രഹത്തിൻ്റെ പുറത്താണ് ഫാർമസി അപ്ലൈ ചെയ്തത്. അപ്പോൾ അത് കിട്ടുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ അത് കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ കൂത്താട്ടുകുളം കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്തു. അതിനുശേഷം അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ബാങ്ക് ടെസ്റ്റ് വന്നു. എൻ്റെ അനിയത്തിയായിരുന്നു ബാങ്ക് ടെസ്റ്റ് എഴുതാനായിട്ട് ആഗ്രഹിച്ചിരുന്നത്. പക്ഷെ അപ്പോൾ എന്നോട് എൻ്റെ ഫാദർ പറഞ്ഞു, നീയും കൂടെ വന്ന് ഒരാഴ്ച ലീവ് എടുത്തിട്ട് വരാമെന്നൊക്കെ പറഞ്ഞു. ഞാനൊരു ദിവസം ഒന്ന് ലീവ് എടുത്തിട്ട് വന്ന് നോക്കി. ഭാഗ്യം കൊണ്ട് എനിക്കന്ന് കിട്ടി, എൻ്റെ അനിയത്തിക്ക് അന്ന് ടെസ്റ്റ് പാസ്സായുമില്ല. അങ്ങനെയാണ് ബാങ്കിൽ ജോലി ചെയ്യാനായിട്ട് അവസരം ഉണ്ടാകുന്നത്. അന്നത്തെ കാലത്ത് ഒരു ബാങ്ക് ജോലി എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരും തന്നെ സ്വപ്നം കാണുന്ന ഒരു ജോലിയായിരുന്നു. ഇന്നത്തെ പോലെയല്ല. അത് ഒരു ഭയങ്കര അഭിമാനമായിട്ട് എല്ലാവരും കരുതുന്ന ഒരു സമയവും കൂടെയായിരുന്നു. ഏത് ബാങ്കിലാണ്, ഏത് ബ്രാഞ്ചിലാണ് ജോയിൻ ചെയ്തതെന്ന് പറയാമോ? ഞാൻ SBTയിലാണ് ജോയിൻ ചെയ്തത്. അതിനും ഒരു കാരണമുണ്ട്. അന്ന് ഇൻ്റർവ്യൂവിന് പോയപ്പോൾ ചോദിച്ചു എന്നോട് SBI വേണോ SBT വേണോ എന്ന്. അപ്പോൾ ശരിക്കും നമ്മുടെ നാട്ടിലൊക്കെ അന്ന് SBI അധികം ബ്രാഞ്ചസ് ഇല്ല നമ്മുടെ നാട്ടിൽ. അപ്പം നമ്മുടെ കേരളത്തിൽ ഇഷ്ടം പോലെ ബ്രാഞ്ചസ് SBTക്ക് ഉണ്ടായിരുന്നു. തന്നെയല്ല, നാട്ടിൽ ജോലി ചെയ്യണമെന്നുള്ള ഒരു ആഗ്രഹവും കൂടെ കൊണ്ടാണ് SBTയിൽ ജോയിൻ ചെയ്തത്. അതെനിക്ക് ഭാഗ്യവശാൽ അതിരമ്പുഴ ബ്രാഞ്ചിൽ തന്നെ എൻ്റെ വീടിനടുത്ത് കിട്ടുകയും ചെയ്തു. എൻ്റെ വീട് എൻ്റെ ബ്രാഞ്ച്, അതിരമ്പുഴ ബ്രാഞ്ച് എൻ്റെ വീടിനും എൻ്റെ ഹസ്ബൻഡിൻ്റെ വീടിനും ഇടയ്ക്കായിട്ടാണ് വന്നത്. അങ്ങനെ അവിടെ ഒരു 17 വർഷം എനിക്ക് ജോലി ചെയ്യാനായിട്ട് പറ്റി. അതെൻ്റെ ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. എൻ്റെ മക്കളെയൊക്കെ അതുകൊണ്ട്, എൻ്റെ ഫാദറും മദറും അന്ന് ആരോഗ്യത്തോടെ ഇരുന്ന സമയമായതുകൊണ്ട് അവരെയൊക്കെ എനിക്ക് നന്നായിട്ട് പിന്നെ അവരുടെ സംരക്ഷണയിൽ വളർത്താൻ പറ്റി. ഈ ബാങ്കിൽ ലോൺ എടുക്കാൻ വേണ്ടി ആളുകൾ വരുമല്ലോ, പ്രത്യേകിച്ച് ഈ വിദ്യാഭ്യാസ ലോൺ പോലെയൊക്കെ. അപ്പോൾ അതിന് ചിലപ്പോൾ വരുന്ന അവരുടെ ആവശ്യമായ ആസ്തി കാണില്ല. അങ്ങനെയുള്ള ഘട്ടങ്ങളിൽ എങ്ങനെയാണ് അതിനെ അഭിമുഖീകരിച്ചിരുന്നത്? മാനേജറായിട്ട് വർക്ക് ചെയ്തിരുന്ന ആ സമയങ്ങളിലായിരുന്നു അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരുന്നത്. ശരിക്കും നമ്മൾ എല്ലാം നമ്മുടെ ബാങ്കിൻ്റെ നിയമം അനുസരിച്ച് നമുക്ക് അതെല്ലാം നോക്കിയേ പറ്റൂ. ഇപ്പം ഒരിക്കലൊരു ഫുൾ A+ നേടിയ ഒരു കുട്ടി ലോൺ എടുക്കാനായിട്ട് വന്നു. എല്ലാം നോക്കി, പക്ഷെ അവർക്ക് വീടില്ല. അന്ന് നമുക്ക് വീടിൻ്റെ കരമടച്ച രസീത് ഹാജരാക്കിയാൽ മാത്രമേ ഉള്ളൂ നമുക്ക് ലോൺ അവർക്ക് അനുവദിക്കാൻ പറ്റുള്ളൂ. ശരിക്കും അപ്പം നമ്മൾ നിസ്സഹായാവസ്ഥയിലാണ്. നമുക്ക് ആ കാര്യത്തിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ നമുക്ക് മാനസികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും. അവർ ശരിക്കും പാവപ്പെട്ട വീട്ടിലെ കുട്ടിയായിരിക്കും, പക്ഷേ നന്നായിട്ട് മിടുക്കരായിട്ട് പഠിക്കുന്ന കുട്ടികളായിരിക്കും. പക്ഷേ അന്നേരം നമ്മൾക്ക് സഹായിക്കാൻ പറ്റില്ലല്ലോ എന്നുള്ള ഒരു അവസ്ഥയിൽ നമ്മൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാറുണ്ട്. ഈ വിദ്യാഭ്യാസ ലോൺ കിട്ടാതെ വന്നിട്ട് കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്ന സംഭവങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടായിട്ടുണ്ട്. അപ്പോൾ പൊതുസമൂഹം പൊതുവേ ആ സമയത്ത് ബാങ്കിന് എതിരായിരിക്കും. അങ്ങനെ ഒരു രീതി ഉണ്ടല്ലോ. അത്തരം കാര്യങ്ങളെപ്പറ്റി എന്താണ് പറയാനുള്ളത്? സ്വാഭാവികമായിട്ട് പൊതുജനങ്ങൾ അങ്ങനെ പ്രതികരിക്കും. പക്ഷേ ബാങ്കിലുള്ള ആൾക്കാർ എന്ത് ചെയ്യാനായിട്ടാണ്? അവരും ശരിക്കും പൊതുജനത്തിൻ്റെ ഭാഗമാണല്ലോ. അവർക്കും
ശരിക്കും വിഷമം ഉണ്ടാകും. പക്ഷേ ബാങ്കിൻ്റെ നോംസ് അനുസരിച്ചല്ലാതെ നമ്മൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്നുവെച്ചാൽ നമ്മുടെ ജോലിയെ ബാധിക്കുന്ന കാര്യമാണ്. ബാങ്ക് ഉദ്യോഗസ്ഥ എന്ന നിലയിൽ സ്വാഭാവികമായും ജപ്തി നടപടികൾക്ക് പോയിട്ടുണ്ടാകുമല്ലോ. അപ്പോൾ അങ്ങനെ ജപ്തി നടപടികൾക്ക് ചെല്ലുമ്പോൾ അവിടെ അവരുടെ ഒരു പ്രതികരണവും അവരുടെ ഒരു ദൈന്യതയും എല്ലാം കാണുമ്പോൾ എന്താണ് തോന്നിയിട്ടുള്ളത്? ജപ്തി നടപടികൾക്ക് പോയിട്ടുണ്ട്. നമ്മൾ കളക്ട്രേറ്റിലെ ഉദ്യോഗസ്ഥരും എല്ലാവരുമായിട്ടാണ് പോകുന്നത്. തയ്യാറെടുപ്പോട് കൂടിയിട്ടാണ് പോകുന്നത്. പക്ഷെ നമുക്ക് പോലീസ് പ്രൊട്ടക്ഷനും ഒക്കെ ഉണ്ടാവും. പക്ഷേ അവിടെ ചെന്നിട്ട് ചിലർ സമ്മതിക്കത്തില്ല, ചിലർ വിസമ്മതിക്കും. അവരുടെ പ്രോപ്പർട്ടിയിൽ കയറാനും പിന്നെ ആൾക്കാരെയൊക്കെ കൂട്ടിക്കൊണ്ട് വരും, ബഹളമൊക്കെ വെക്കും. പക്ഷേ നമ്മൾക്ക് നമ്മുടെ കാര്യങ്ങൾ ചെയ്യാം, നമ്മുടെ ഉത്തരവാദിത്വമാണ്, ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പം നമ്മളത് ആ പ്രൊസീജിയർ അനുസരിച്ച് നമ്മുടെ മനസ്സിൽ എന്തൊക്കെ വിഷമം ഉണ്ടെങ്കിലും, ചിലപ്പോൾ ശരിക്കും ഒന്നും ഇല്ലാത്തവരായിരിക്കും, ആ വീട് മാത്രമുള്ളവരായിരിക്കും, ചിലപ്പോൾ ജോലി നഷ്ടപ്പെട്ടവരായിരിക്കും, ചിലപ്പോൾ വിദേശത്തൊക്കെ പോയി ജോലി നഷ്ടപ്പെട്ടിട്ട് അടയ്ക്കാൻ നിവൃത്തിയില്ലാതെ വന്നവരായിരിക്കാം. പക്ഷേ അതെല്ലാം നമുക്ക് ഒരു മനുഷ്യൻ എന്ന നിലയ്ക്ക് നമ്മുടെ ഉള്ളിൽ വിഷമം ഉണ്ടാക്കുന്ന സംഗതിയാണ്. പക്ഷെ നമുക്ക് നമ്മുടെ ഡ്യൂട്ടി ചെയ്യാതിരിക്കാനാവില്ലല്ലോ. അത്തരം ഘട്ടങ്ങളിൽ ഈ നിസ്സഹായരായ ആൾക്കാരെ സഹായിക്കാൻ ബാങ്കിൻ്റെ പക്കൽ എന്തെങ്കിലും നടപടിക്രമങ്ങളുണ്ടോ? തീർച്ചയായും ഒരുപാട് നടപടിക്രമങ്ങൾ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഏറ്റവും അവസാനമുള്ള ജപ്തിയിലോട്ട് പോവുള്ളൂ. അതായത് തവണകളായിട്ട് നീട്ടിക്കൊടുക്കാം, ഒറ്റത്തവണ ആയിട്ട് തീർക്കാം. പക്ഷേ ഒറ്റത്തവണയായിട്ട് ലോൺ തീർക്കുമ്പോൾ നമ്മൾ കുറച്ച് എമൗണ്ട് അവർക്ക് ഒഴിവാക്കി കൊടുക്കും. അതും ഒക്കെ കടന്ന് നമ്മുടെ ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ അവർക്ക് അടയ്ക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് നമ്മൾ പിന്നെ ജപ്തി നടപടികളിലേക്ക് പോകുന്നത്. എഴുത്തുകാരിയാണെന്നറിയാം. അപ്പം എഴുത്തും ഈ ബാങ്കിലെ മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുന്ന ജോലിയും തമ്മിൽ എങ്ങനെയാണ് അത് പൊരുത്തപ്പെട്ട് പോയിക്കൊണ്ടിരുന്നത്? എഴുത്തെന്ന് പറഞ്ഞാൽ ഞാൻ ബാങ്കിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ശരിക്കും അതിനുള്ള ഒരു സമയമൊന്നും കിട്ടിയിരുന്നില്ല. ചെറിയ ചെറിയ കവിതകളോ കുറച്ചൊക്കെ ഒന്ന് കുത്തിക്കുറിക്കും. അതൊക്കെ പക്ഷേ ഞാൻ ഒരു സ്ഥലത്ത് വന്ന് പോസ്റ്റ് ചെയ്യാറില്ല. എൻ്റെ ഒരു മാനസിക സംതൃപ്തിക്ക് വേണ്ടിയിട്ടാണ് അതൊക്കെ എഴുതിക്കൊണ്ടിരുന്നത്. പിന്നെ റിട്ടയർ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ദി കമ്മ്യൂൺ ഓഫ് ലെറ്റേഴ്സ് എഴുത്തുകൂട്ടം എന്നൊരു സംഘടനയുണ്ട് ഇവിടെ. അതിൻ്റെ കോട്ടയം ജില്ലയിൽ ഞാൻ അംഗമായി. അത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാവരും ഇങ്ങനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നു, എൻ്റെ കൂട്ടുകാരൊക്കെ. അങ്ങനെയാണ് കൂടുതൽ എഴുതി ചെറിയ ചെറിയ കവിതകൾ, ചെറിയ ചെറിയ ലേഖനങ്ങൾ, അങ്ങനെ ലേഖനങ്ങളൊക്കെ എഴുതുമ്പോൾ ആ എഴുത്തുകൂട്ടത്തിൽ സമ്മാനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊരു പ്രോത്സാഹനമായിരുന്നു. അങ്ങനെ ആണ് എഴുത്ത്. അതല്ലാതെ ബാങ്കും എഴുത്തുമായിട്ട് ഒരിക്കലും അങ്ങനെ കൂടെ കൊണ്ടുപോകേണ്ട ആവശ്യം വന്നിട്ടില്ല. അത് റിട്ടയർ ചെയ്ത് കഴിഞ്ഞ ശേഷമാണ് ഞാൻ എഴുത്തുകാരി. ഇപ്പം ഞാൻ കോട്ടയം എഴുത്തുകൂട്ടത്തിൻ്റെ ഖജാൻജിയാണ് കോട്ടയം ജില്ലയിലെ. ജീവിതത്തിലെ പ്രതിസന്ധികൾ ഉണ്ടാകാറുണ്ടല്ലോ. അപ്പോൾ താങ്കൾക്ക് ഉണ്ടായ ഏറ്റവും വലിയ പ്രതിസന്ധി ഓർമ്മിക്കുന്നുണ്ടോ? അത് എങ്ങനെയാണ് അതിജീവിച്ചതെന്നും കൂടി ഒന്ന് പറയാമോ? പ്രതിസന്ധികൾ ഒരുപാടുണ്ടായിട്ടുണ്ട്. അതിലിപ്പോൾ ഞാൻ പെട്ടെന്ന് ഓർക്കുന്ന ഒരു പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ എൻ്റെ ഫാദറിൻ്റെ മരണമാണ്. 67 ഇയേഴ്സ് ആയപ്പോഴാണ് അദ്ദേഹം മരിച്ചത്. അതെനിക്ക് ഭയങ്കര ഷോക്കായിരുന്നു. 10 ദിവസം ഹോസ്പിറ്റലിൽ കിടന്ന് ഞാൻ ശരിക്കും ഡോക്ടറോടൊക്കെ പോയി യാചിക്കുന്ന പോലെ യാചിച്ചിട്ടുണ്ട്, എൻ്റെ ഫാദറിനെ തിരിച്ചു കൊണ്ടുവരണേ എന്ന്. പക്ഷേ സാധിച്ചില്ല. അപ്പം ഞാൻ പിന്നെ അങ്ങ് മൗനിയായി. അതെങ്ങനെയാണ് അത് തരണം ചെയ്തതെന്ന് വെച്ചാൽ, അന്നൊരു മാതൃഭൂമി ഗൃഹലക്ഷ്മി വേദി എന്ന് പറഞ്ഞൊരു സംഘടന രൂപം കൊള്ളുന്ന ആ സമയമായിരുന്നു. അപ്പോൾ എൻ്റെ ബാങ്കിൽ എൻ്റെ ഒരു സുഹൃത്ത് വഴി അവരെ എൻ്റെ പേരും കൂടെ ചേർത്ത് ഞങ്ങളൊരു മീറ്റിങ്ങിന് വിളിച്ചു. അവിടെ ചെന്നപ്പോൾ അവിടെ ഒരുപാട് കുട്ടികൾ മുതൽ മുത്തശ്ശിമാർ വരെയുള്ള സ്ത്രീകൾ, അത് സ്ത്രീകളുടെ സംഘടനയായിരുന്നു. അവർ ഓരോ കാര്യങ്ങൾ പറയുന്നതും ഒക്കെ കേട്ടിട്ട് ശരിക്കും എനിക്കത് നല്ല ഒരു ഇൻസ്പിറേഷൻ കിട്ടി. അന്നത്തെ ആ മീറ്റിങ്ങിൽ വെച്ച് എൻ്റെ ഒരു മാഡം ഉണ്ടായിരുന്നു, എന്നെ ഇംഗ്ലീഷ് പഠിപ്പിച്ച പ്രസിദ്ധ സിനിമാ നടനും നിർമ്മാതാവുമായ പ്രേംപ്രകാശ് സാറിൻ്റെ വൈഫാണ് ഡെയ്സി ലൂക്ക്, പ്രൊഫസർ ഡെയ്സി ലൂക്ക്. മാഡം
ഒരു അഡ്ഹോക് കമ്മിറ്റിയിലെ ഒരു കൺവീനറെ വേണം എന്ന് പറഞ്ഞപ്പോൾ മാഡം എൻ്റെ പേര് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പ്രവർത്തിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ശരിക്കും ഞാൻ പുറത്തുള്ള ആൾക്കാരുമായിട്ട് കൂടുതൽ അടുക്കുകയും അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ള തോന്നലുകൾ ഉണ്ടാകുകയും ഞാൻ സംസാരിക്കാൻ തുടങ്ങി. ശരിക്കും ഞാൻ ബാങ്കിൽ പോലും ആരോടും സംസാരിക്കത്തില്ലായിരുന്നു. അത്രയ്ക്ക് ഞാനൊരു ഡിപ്രഷൻ മൂഡായിരുന്നു. അതിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടത് ആ ഒരു സംഘടനയിൽ പ്രവർത്തിച്ചത് കൊണ്ടാണ്. ഔദ്യോഗിക രംഗത്തും പ്രതിസന്ധികൾ നേരിട്ടുണ്ടായിരിക്കുമല്ലോ, അതിനെക്കുറിച്ച് കൂടി ഒന്ന് പറയാമോ? ഞാൻ ബാങ്കിൽ ജോലി എന്ന് പറഞ്ഞാൽ ഞാൻ ശരിക്കും എൻജോയ് ചെയ്ത ജോലിയായിരുന്നു. എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു. പ്രത്യേകിച്ച് നാട്ടിലും കൂടെ ജോലിയായിരുന്നു. അപ്പം നാട്ടുകാരെയൊക്കെ അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ അവരുടെ മുഖം കാണുമ്പോഴും അവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കുമ്പോഴും ഒരു മാനസികമായിട്ടുള്ള ഒരു സംതൃപ്തി ഉണ്ടാകാറുണ്ടായിരുന്നു. അങ്ങനെ അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ലെഡ്ജർ ഇങ്ങനെ വലിച്ചു പൊക്കി കൊണ്ടുവച്ചിട്ട് വേണം നമ്മൾ ബുക്ക് രജിസ്റ്റർ ചെയ്താൽ രജിസ്റ്റർ പേരും വരവും ചെലവും ഒക്കെ എടുക്കുകയൊക്കെ കണക്ക് എഴുതിയിട്ട് വേണം അപ്പുറത്തോട്ട് കൊടുക്കാനായിട്ട്. അങ്ങനെ ഒരു ദിവസത്തെ ഞാൻ രണ്ടാമത് പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്താണ്, പ്രസവം അടുത്ത് വന്നു. ഡോക്ടർ എനിക്ക് ലീവ് എടുക്കണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അന്ന് എൻ്റെ ബ്രദറിൻ്റെ കല്യാണവും കൂടെ ഫിക്സ് ചെയ്തിരിക്കുന്ന സമയമാണ്. ജാനുവരി 4, 1987 ജാനുവരി 4 ആണ് അവൻ്റെ കല്യാണം. പക്ഷേ അപ്പോൾ എനിക്ക് ഒന്നും കൂടെ ശ്രദ്ധിക്കണമെന്ന് ഡോക്ടർ പറഞ്ഞു. എന്നോട് 2 ആഴ്ച നിർബന്ധമായിട്ട് ലീവ് എടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ 2 ആഴ്ച ഡോക്ടർ സർട്ടിഫിക്കറ്റൊക്കെ വെച്ച് ലീവ് എടുത്തു. ലീവ് എടുത്തിട്ട് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ തിരിച്ചു വന്നപ്പോൾ എന്നോട് മാനേജർ ചോദിച്ചു, ജോലി ചെയ്യാൻ പറ്റുമോ? ശരിക്കും ഒരു വലിയ വയറൊക്കെ വെച്ചിട്ടാണ് വരുന്നത്. പറ്റുമെന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു സാറേ പറ്റും. അങ്ങനെ ജോയിൻ ചെയ്തപ്പോൾ ഞാൻ സ്റ്റേറ്റ്മെൻറ്റ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ പുറകുവശത്താണ്, പുറകിൽ കുറച്ച് ബാക്കിലാണ്. ബാക്കിലിരിക്കുമ്പോൾ അധികം ലെഡ്ജറൊന്നും എടുത്ത് വലിയ പൊക്കേണ്ട ആവശ്യവും വരത്തില്ല. പക്ഷേ മാനേജർ എന്നെ ആ സെക്ഷനിൽ നിന്ന് ഫ്രണ്ടിലോട്ട് മാറ്റി ഈ ലെഡ്ജറൊക്കെ എടുത്ത് SB സെക്ഷനിലോട്ട് വിട്ടു. എന്താ കാരണം എന്ന് എനിക്കറിയത്തില്ല. എനിക്ക് അറിയാൻ കഴിഞ്ഞത് സാറ് വിചാരിച്ച് ഞാൻ വെറുതെ ലീവ് എടുത്തതാണ് ആവശ്യമില്ലാതെ. അപ്പോൾ അതിന് എന്നെ ഒന്ന് ബുദ്ധിമുട്ടിപ്പിക്കാൻ വേണ്ടിയിട്ട് ആണ് അങ്ങനെ ചെയ്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ എന്നോട് എൻ്റെ ഒരു കൂട്ടത്തിലുള്ള എൻ്റെ ഒരു സുഹൃത്ത് ചോദിച്ചു, റേസിക്ക് പറയാൻ വയ്യ ഇപ്പുറത്തെ സെക്ഷൻ തന്നെ തന്നാൽ മതിയെന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല, ഞാൻ സാറിനോട് പറഞ്ഞത് ഞാൻ ജോലി ചെയ്യാൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ടാണ് ജോയിൻ ചെയ്തത്, അതുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ കഷ്ടപ്പെട്ട് അങ്ങനെ ആ പ്രതിസന്ധിയെ വിൽ പവർ കൊണ്ട് എനിക്കത് തരണം ചെയ്യാൻ പറ്റി. ഈ സ്കൂളിൽ സാമൂഹ്യ വകുപ്പ് മന്ത്രിയായെന്ന് പറഞ്ഞിരുന്നല്ലോ, അതിൻ്റെ ഊർജ്ജം ഉൾക്കൊണ്ടുകൊണ്ട് പിന്നെ രാഷ്ട്രീയ പ്രവർത്തനം സ്കൂളിലും കോളേജിലും ഒക്കെ നടത്തിയിട്ടുണ്ടോ? കോളേജുകളിൽ ഞാൻ രാഷ്ട്രീയ പ്രവർത്തനത്തിനൊന്നും പോയിട്ടില്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ അന്ന് എന്നെ പഠിപ്പിച്ച ഒരു ഡോക്ടറൊക്കെ ആക്കണം എന്നായിരുന്നു എൻ്റെ ഫാദറിൻ്റെ ആഗ്രഹം. അപ്പോൾ ശരിക്കും ഞാൻ അങ്ങനെ അതിന് വേണ്ടിയിട്ട് പഠിച്ചൊന്നും ഇല്ല. അങ്ങ് പഠിച്ചു, അങ്ങനെ പോയി. എനിക്ക് സീരിയസ് ആയിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സീരിയസ് ആയിട്ടുള്ളൊരു പഠനം എൻ്റെ ഒരു അജണ്ടയിലില്ലാത്ത കാര്യമായിരുന്നു. പക്ഷേ അതുകൊണ്ട് തന്നെ പിന്നെ തന്നെയുമല്ല, ഒരു മുസ്ലിം കുട്ടി എന്നുള്ള ഒരു രീതിയിൽ നമ്മുടെ ഒരു സാമൂഹികമായിട്ടുള്ള ആ കാലത്ത് അങ്ങനെ അങ്ങോട്ടൊരിടത്ത് ചാടി അങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു സ്ഥിതിവിശേഷം ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആ രംഗത്തേക്ക് കടന്നിട്ടില്ല. എന്നാൽ ബാങ്കിലെത്തിയതിന് ശേഷം ഒരു 3-4 വർഷം കഴിഞ്ഞിട്ടാണ് എൻ്റെ ഒരു സുഹൃത്ത് മുഖേന, അതും ഞാൻ നേരത്തെ ആ ഗൃഹലക്ഷ്മി വേദിയിലേക്ക് എൻ്റെ പേര് പറഞ്ഞ ആ സുഹൃത്താണ്. അദ്ദേഹം 2-3 വനിതകൾ ഒക്കെ ആയിട്ട് കൂടെ ജോലി ചെയ്യുന്ന ബ്രാഞ്ചിൽ വരികയും മീറ്റിങ്ങുകളിലൊക്കെ പങ്കെടുക്കണമെന്ന് പറയുകയും ഒക്കെ ചെയ്തതിന് പ്രകാരം മീറ്റിങ്ങുകളിൽ പങ്കെടുക്കാൻ തുടങ്ങി. ഉടനെ തന്നെ ഞങ്ങളുടെ അവിടെ ഒരു ലേഡീസ് വനിതാ വിഭാഗത്തിൻ്റെ ഒരു കൂട്ടായ്മ ഉണ്ടായി. അതിൻ്റെ ചെയർപേഴ്സണും സെക്രട്ടറി ആയിട്ട് കുറേ കാലം സെക്രട്ടറി പ്രസിഡന്റ് അങ്ങനെ മാറി മാറി ഇരിക്കുകയുണ്ടായി. അങ്ങനെ ഞങ്ങൾ കുറേ പ്രവർത്തനങ്ങളൊക്കെ ചെയ്തു. അപ്പോൾ അതിലൂടെ തന്നെ AIVA ആയിട്ടും
അതിൻ്റെ സെൻട്രൽ കമ്മിറ്റി മെമ്പർ വരെ ആകാൻ സാധിച്ചിട്ടുണ്ട്. അതിനുശേഷം AKBF ഓൾ കേരള ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ, അത് കഴിഞ്ഞ് ഓഫീസറായി കഴിഞ്ഞപ്പോൾ ഐബോക്ക്, പിന്നെ SBTയുടെ ഒരു SBIOA, അങ്ങനെ തുടങ്ങി എല്ലാ ഓർഗനൈസേഷനിലും പങ്കാളിത്തം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ അങ്ങ് പ്രവർത്തിക്കാനായിട്ടൊരു നല്ലൊരു അവസരമായിരുന്നു. അങ്ങനെ നമ്മൾ പ്രവർത്തിച്ചു വന്നു. ഇപ്പോൾ ആണെങ്കിൽ റിട്ടയർ ചെയ്തിട്ട് SBI പെൻഷനേഴ്സ് ആൻഡ് റിട്ടയറീസ് അസോസിയേഷൻ്റെ അസിസ്റ്റൻറ്റ് ജനറൽ സെക്രട്ടറി ആയിട്ട് തുടങ്ങി. ഈ ഒരു ക്ലറിക്കൽ സ്റ്റാഫായിട്ടാണല്ലോ ജോയിൻ ചെയ്തത്. എന്നിട്ട് റിട്ടയർ ചെയ്ത സമയത്ത് മാനേജറായിട്ടില്ലേ? അതെ, മാനേജറായിരുന്നു. അത് സീനിയർ ഏത് സി ആയിരുന്നു? മാനേജറായിരുന്നു. അതായത് അന്ന് വളരെ ചുരുക്കത്തിലേ ഉള്ളൂ എല്ലാവർക്കും ഓഫീസർ കിട്ടുകയുള്ളൂ. പിന്നെ തന്നെയുമല്ല, നമുക്ക് ക്ലർക്കായിരുന്നാൽ നമുക്ക് 17 വർഷം എനിക്ക് അതുകൊണ്ട് എൻ്റെ ബ്രാഞ്ചിൽ, അതിരമ്പുഴ ബ്രാഞ്ചിൽ ജോയിൻ ചെയ്യാൻ പറ്റി. അവിടെ തന്നെ ഇരിക്കാൻ പറ്റി. ജോയിൻ ചെയ്തിട്ട് അവിടെ തന്നെ ഇരിക്കാൻ പറ്റി. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഓഫീസർ ടെസ്റ്റ് എഴുതിയത്. അപ്പോൾ ലേറ്റായിട്ടാണ് ഞാൻ 1981 ജോയിൻ ചെയ്തിട്ട് 2005 ഞാൻ ഓഫീസറായത്. അപ്പോൾ മാനേജർ ലെവൽ വരെ വന്നു. അപ്പോൾ റിട്ടയർമെൻറ്റ് ചെയ്ത കാര്യം പറഞ്ഞല്ലോ. അപ്പോൾ ജോയിൻ ചെയ്തത് അതിരമ്പുഴ ബാങ്കിലാണ്, റിട്ടയർമെൻറ്റ് നടത്തിയതും അതിരമ്പുഴ ബാങ്കിൽ തന്നെയാണ് ഞാൻ കേട്ടിട്ടുണ്ട്. ശരിയല്ലേ? അതെ, അതൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. അതായത് ഓഫീസറായിട്ട് ചെങ്ങന്നൂർ ബ്രാഞ്ച്, പിന്നെ കോട്ടയം റാസ്മക്ക, പിന്നെ നാഗമ്പടം ബ്രാഞ്ചിലെ മാനേജറായിരുന്നു, വൈച്ചൂർ ബ്രാഞ്ചിലെ മാനേജറായിരുന്നു. അത് കഴിഞ്ഞിട്ട് ട്രിവാൻഡ്രം പോയി. ട്രിവാൻഡ്രത്ത് ഹെഡ് ഓഫീസിലും സോണൽ ഓഫീസിലും വർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇരുന്നപ്പോൾ ലാസ്റ്റ് ഇയർ വന്നപ്പോൾ, എൻ്റെ റിട്ടയർമെൻറ്റിൻ്റെ ഇയർ വന്നപ്പോൾ ഞാൻ റിക്വസ്റ്റ് ചെയ്തതാണ് കോട്ടയത്തോട്ട് വരാനായിട്ട്. എന്നാൽ എൻ്റെ ഹസ്ബൻഡിന് ഒത്തിരി സുഖമില്ലാതെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ അതിരമ്പുഴ ബ്രാഞ്ചിൽ വേക്കൻസി ഉണ്ടായിരുന്നു. അതൊരു ഭാഗ്യമായിട്ട്, അത് ഞാൻ ചോദിച്ചതല്ല, പക്ഷേ കോട്ടയം സോണിൽ കിട്ടിയപ്പോൾ അതിരമ്പുഴ ബ്രാഞ്ചിൽ വേക്കൻസി ഉണ്ടായിരുന്നതാണ് എനിക്ക് കിട്ടി. അതെനിക്ക് ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ. അതെ, അതൊരു അപൂർവ ഭാഗ്യമാണ്. അപ്പോൾ ഈ റിട്ടയർമെൻറ്റ് ജീവിതം എങ്ങനെ ആസ്വദിക്കുന്നു? റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്ന് നമ്മൾ ആഗ്രഹിച്ചിരുന്നു. പക്ഷെ സത്യം പറഞ്ഞാൽ ഇപ്പം സമയമില്ലാത്ത ഒരു സ്ഥിതിവിശേഷമാണ് കാണുന്നത്. അതായത് ഒരു സിനർജി എന്ന് പറഞ്ഞൊരു സംഘടനയുണ്ട്. ഒരു തോമസ് എബ്രഹാം സാറിൻ്റെ നേതൃത്വത്തിൽ തുടങ്ങിയ ഒരു സംഘടനയാണ്. സാറിനെ ഞാൻ MG യൂണിവേഴ്സിറ്റി ബ്രാഞ്ചിൽ വെച്ചിട്ടാണ് പരിചയപ്പെടുന്നത്. സാർ അന്ന് അവിടുത്തെ NSSൻ്റെ ഡയറക്ടറായിരുന്നു, NSS ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ. അവിടെ കുറേ സോഷ്യൽ വർക്കുകളൊക്കെ നടത്തിയിട്ടുണ്ട്. ബാങ്കിൻ്റെ കെയർ ഓഫിൽ ഞാനായിരുന്നു അവിടെയൊക്കെ പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെയാണ് സാറിനുമായിട്ട് പരിചയപ്പെടുന്നത്. അപ്പോൾ സാറിൻ്റെ കോട്ടയം സിനർജിയിൽ അംഗമായി. അതിന് ശേഷം ഇപ്പോൾ ഈ കഴിഞ്ഞ വർഷവും 2 വർഷത്തേക്ക് ഞാൻ അതിൻ്റെ ഫിനാൻസ് മാനേജറായിരുന്നു. അവിടെ ശരിക്കും 15 സബ് ഗ്രൂപ്പുകളുണ്ട്. അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും പങ്കാളിയായിട്ടുണ്ട്. അപ്പോൾ അത് നല്ലൊരു രസമുള്ളൊരു കൂട്ടായ്മയാണ്. ഐശ്വര്യത്തോടെ പ്രായമാവാം, അർത്ഥവത്തായി ജീവിക്കാം എന്നതാണ് ആ സംഘടനയുടെ മോട്ടോ തന്നെ. അപ്പോൾ അങ്ങനെ വളരെ രസകരമായിട്ട് മുന്നോട്ട് പോകുന്നു. കൂടാതെ നാട്ടിലെ റെസിഡൻസ് അസോസിയേഷൻ്റെ 3 വർഷക്കാലം പ്രസിഡൻ്റായിരുന്നു. അങ്ങനെ ഈ വർഷം ഞാനത് വേറെ ആരെങ്കിലും ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ട് മാറിക്കൊടുത്തു. പിന്നെ നമ്മുടെ സംഘടനയിൽ, റിട്ടയറീസ് അസോസിയേഷൻ്റെ സംഘടനയിൽ ഇപ്പം AGS ആണെന്ന് പറഞ്ഞിരുന്നല്ലോ, അതിൻ്റെ പ്രവർത്തനങ്ങൾ കാര്യമായ രീതിയിൽ നടക്കുന്നുണ്ട്. പിന്നെ ഇഷ്ടംപോലെ യാത്രകളൊക്കെ പോയി. അങ്ങനെ അങ്ങ് കൊച്ചുമക്കൾ 5 കൊച്ചുമക്കളാണുള്ളത്. എനിക്ക് 3 ആൺകുട്ടികളാണുള്ളത്. ഒരാൾ എൻ്റെ കൂടെ താമസിക്കുന്നുണ്ട്. 5 കൊച്ചുമക്കളും ആൺകുട്ടികളാണ്. അപ്പം അവരെയൊക്കെ 2 പേരടുത്തില്ല എങ്കിലും അവരെയൊക്കെ ആയിട്ട് ഇടയ്ക്കൊക്കെ അവിടെയൊക്കെ സന്ദർശിച്ച് അങ്ങനെ യാത്രയൊക്കെ ആയിട്ട് പോകുന്നു. സന്തോഷകരമായി ജീവിക്കുന്നു. ഈ അതിരമ്പുഴ ബ്രാഞ്ചിലാണല്ലോ ഏറ്റുമാനൂർ ശ്രീകുമാർ എന്ന ഗാനരചയിതാവ് ജോലി ചെയ്തിരുന്നത്. അപ്പോൾ അദ്ദേഹമായിട്ടുള്ള ഒരു അടുപ്പം എഴുത്തിനെ എന്തെങ്കിലും കൂടുതൽ പ്രചോദിപ്പിച്ചിട്ടുണ്ടോ? അതൊരു നല്ല കാലഘട്ടമായിരുന്നു. സാറിൻ്റെ പാട്ടെഴുത്തും, സാർ അന്നാണ് പല്ലാങ്കുഴി എന്ന സിനിമ പിടിക്കുന്ന ആ സമയങ്ങളിൽ ഉള്ള പാട്ടുകളൊക്കെ ശരിക്കും ഇപ്പം മനസ്സിൽ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ പാടിക്കൊണ്ട് നടക്കുമായിരുന്നു.
സാർ അവിടെ ഇരുന്ന് പാടുമായിരുന്നു, ഞങ്ങളെല്ലാവരും കേൾക്കുമായിരുന്നു, കുറേയൊക്കെ കഥകളൊക്കെ പറയുമായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് ഭയങ്കര ഒരു ഇൻസ്പിറേഷനായിരുന്നു. എഴുത്തിനെ സ്വാധീനിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഉണ്ട്. സാർ എല്ലാവരെയും മോട്ടിവേറ്റ് ചെയ്യുന്ന ആളായിരുന്നു. അപ്പോൾ ഞങ്ങൾക്കെല്ലാം സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നതിൽ വളരെ സന്തോഷമായിരുന്നു. അങ്ങനെ ഒരു നല്ല ഒരു അന്തരീക്ഷത്തിലാണ് നമുക്കതൊരു തീർച്ചയായിട്ടും ഒരു പ്രചോദനം തന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും നേരം ദ ക്ലിപ്പ് യൂട്യൂബ് ചാനലിന് വേണ്ടി ജീവിതാനുഭവങ്ങൾ പങ്കുവച്ചതിന് വളരെ സന്തോഷം. ഇത്രയും നേരം ദ ക്ലിപ്പ് യൂട്യൂബ് ചാനലുമായി സമയം പങ്കിടാൻ കഴിഞ്ഞതിൽ എനിക്കും വളരെ സന്തോഷം.